ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വീഡിയോ ഒരു ഹെൽത്ത് ടിപ്പാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്തും അതിരുകളിലും കാണുന്ന ഒരു പൂവാണ് ചെമ്പരത്തിപ്പൂവ്. 5 ഇതളുകളാണ് ചെമ്പരത്തിപ്പൂവിനുള്ളത്. വളരെയേറെ ഔഷധ ഗുണങ്ങളാൽ നിറയപ്പെട്ടതാണ് ചെമ്പരത്തിപ്പൂവ്. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ നോക്കാം. ചെമ്പരത്തിപ്പൂവിൽ വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, അയൺ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവിൻ്റെ ഔഷധം ആയുസ് വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിൻ്റെ ഏതു ഭാഗത്തും അടിഞ്ഞുകൂടിയിരിക്കുന്ന അമിത കൊഴുപ്പിനെ ഇല്ലാതാക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും തടി കുറയ്ക്കാനും സഹായിക്കുന്നു. ചെമ്പരത്തിപ്പൂവ് ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. ഇതിൽ നിരവധി ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തം ശുദ്ധീകരിക്കുവാനും നമ്മുടെ ശരീരത്തിൽ രക്തമുണ്ടാവാനും സഹായിക്കുന്നു. കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ദഹനത്തിനും വിശപ്പുണ്ടാക്കുന്നതിനും സഹായിക്കുന്നു. തൈറോയ്ഡ് ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്, കാരണം ഹോർമോൺ ബാലൻസ് നിലനിർത്തുന്നു. ഹൈ ബ്ലഡ് പ്രഷർ നിയന്ത്രിച്ച് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കുന്നു. ചെമ്പരത്തിപ്പൂവിൻ്റെ പൂമൊട്ട് ശരീരം തണുപ്പിക്കാൻ സഹായിക്കുന്നു. കരളിനെ സംരക്ഷിച്ച് ആരോഗ്യ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്നു. ആർത്തവ വേദന, ശരീരത്തിലെ നീര്, ശ്വാസകോശ രോഗം, പനി, ജലദോഷം എന്നിവയ്ക്ക് നല്ലതാണ്. താരൻ മാറി മുടി വളരാൻ സഹായിക്കുന്നു. അകാലനര മാറാനും നല്ലതാണ്. വെയിറ്റ് കുറയ്ക്കാനും ഇമ്മ്യൂണി സിസ്റ്റം വർദ്ധിപ്പിച്ച് ചെറുപ്പം നിലനിർത്താനും സഹായിക്കുന്നു. സ്കിൻ ഡ്രൈ ആവാതെ സൂക്ഷിക്കുന്നു. ചർമ്മത്തിലെ ചുളിവുകൾ ഇല്ലാതെയാക്കി യൗവനം നിലനിർത്തുന്നു. ക്യാൻസർ, ത്വക്ക് ക്യാൻസർ എന്നിവയുടെ കോശങ്ങളെ നശിപ്പിച്ച് ക്യാൻസറിനെ ചെറുത്തു നിർത്തുന്നതിൽ വളരെ പങ്കുവഹിക്കുന്നു. ഡിപ്രഷൻ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. ദിവസവും കുടിച്ചാൽ വിഷാദരോഗം മാറിക്കിട്ടും. ചെമ്പരത്തിപ്പൂവ് പേസ്റ്റാക്കി റോസ് വാട്ടർ അല്ലെങ്കിൽ തേൻ ഉപയോഗിച്ച് മുഖത്ത് പുരട്ടുക. 20 മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മുഖത്തിലെ പാടുകൾ മാറി നല്ല നിറം കിട്ടും. തുടർച്ചയായി കുറച്ച് ദിവസം ഇത് ഉപയോഗിച്ചാൽ അതിൻ്റെ ഫലം കിട്ടും. പ്രഗ്നൻറ്റിന് തയ്യാറെടുക്കുന്നവർ, പ്രഗ്നൻ്റ് ആയവർ, കിഡ്നി രോഗമുള്ളവർ, ലോ BP ഉള്ളവർ, കരൾ രോഗമുള്ളവർ, കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന അമ്മമാർ തുടങ്ങിയവർ ഇത് കുടിക്കാൻ പാടില്ല. ഇനി എങ്ങനെയാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഔഷധം തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ചെമ്പരത്തി ചെടിയിൽ നിന്നും 4-5 ചുവന്ന ചെമ്പരത്തി പൂവുകളെടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഇതളുകൾ അടർത്തിയെടുക്കുക. ഒരു ചെറിയ പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൂവിതളുകൾ അതിലേക്ക് ഇട്ട് കലക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം അരിച്ചെടുക്കുക. ചുവന്ന കളറിലുള്ള ഡ്രിങ്ക് കിട്ടും. ആ ഡ്രിങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കുടിക്കുക. വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. ആവശ്യമുള്ളവർക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ ശകലം ഇഞ്ചി കൂടെ ചേർക്കാം. ദിവസവും കുടിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.